മറ്റൊരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന് സോഷ്യൽ മീഡിയയിലൂടെ തിരിച്ചടി നേരിട്ടെന്ന് MV ജയരാജൻ. പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ ചിലർ വിലയ്ക്ക് വാങ്ങി. ഗ്രൂപ്പുകൾ ഇടതനുകൂലമെന്ന് തോന്നുമെങ്കിലും അതുവഴി ഇടതുവിരുദ്ധ പ്രചാരണം നടത്തിയെന്നും MV ജയരാജൻ പറഞ്ഞു. PK കുഞ്ഞനന്ദൻ അനുസ്മരണ യോഗത്തിലായിരുന്നു MV ജയരാജന്റെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുപക്ഷത്തിനും കേരളത്തിൽ തിരിച്ചടിയുണ്ടായി. സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി, ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിന് അനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ്. അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാട്, ഇടതുപക്ഷത്തിന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന കടന്നലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രീതിയിൽ പ്രചാരണത്തിൽ സഹായിച്ചതാണ്. പക്ഷേ കണ്ണൂരിലെ ഇടത് കോട്ടകളിൽ ഉണ്ടായ വിള്ളൽ MV ജയരാജനെ കൊണ്ട് അവർക്കെതിരെ കൂടി പറയിപ്പിക്കുകയാണോ? എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? സുജിയ, കണ്ണൂരിലെയും വടകരയിലെയും കാസർഗോഡെയും എല്ലാം തെരഞ്ഞെടുപ്പ് തോൽവി വലിയ തോതിൽ പാർട്ടിയെ അമ്പരപ്പിലാക്കിയിട്ടുണ്ട്. അതായത് സൈബർ അധിക്ഷേപം ഉൾപ്പെടെ വടകരയിൽ വലിയ തോതിൽ ചർച്ചയായതുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പോരാളി ഷാജി, ചെങ്കതിർ, ചെങ്കോട്ട തുടങ്ങിയിട്ടുള്ള ഫേസ്ബുക്ക് പേജുകളെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള ചില അതായത് ഔദ്യോഗിക പാർട്ടി നിലപാടിൽ നിന്നും വിഭിന്നമായി ചില വിമതമായിട്ടുള്ള പാർട്ടി ശബ്ദങ്ങളായി പല ഘട്ടങ്ങളിലും ഉയർന്നു വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. PJ ആർമി തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകൾ. അപ്പോൾ അത്തരത്തിൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഔദ്യോഗികമായി പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് വിഭിന്നമായി ചില നിലപാടുകൾ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പേജുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ സ്വീകരിക്കുന്നത് പാർട്ടിക്ക് തലവേദനയായി മാറുന്ന സാഹചര്യം മുൻപും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ഒരു വളരെയധികമുള്ള ഒരു പ്രചരണം പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തലാണ് പാർട്ടിക്ക് ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം MV ജയരാജൻ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള പേജുകളിലെ അഡ്മിന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ വിലക്ക് വാങ്ങുകയാണ് എന്നുള്ള പ്രചരണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് MV ജയരാജൻ നടത്തിയിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വലിയ തോതിൽ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ഔദ്യോഗിക പാർട്ടി സംവിധാനം അല്ലെങ്കിൽ കൂടി അനൗദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇത്തരം വിഭാഗങ്ങൾ. പക്ഷേ MV ജയരാജൻ അവർക്കെതിരെ കൂടി ശബ്ദമുയർത്തുന്നു എന്നത് വ്യക്തമാക്കുന്നത് അത്തരം പ്രചരണങ്ങൾ ഒരുപക്ഷെ പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി മാറിയോ അല്ലെങ്കിൽ സൈബർ ഇടത്തെ ചില പ്രചരണങ്ങൾ പാർട്ടിയുടെ പരാജയത്തിന് കാരണമായോ എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വേണം കരുതാൻ. എന്തായാലും ഔദ്യോഗികമായി പാർട്ടിയുടെ പേജുകൾ അല്ലെങ്കിൽ കൂടി ഇത്തരത്തിൽ അനൗദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പാർട്ടിയുടെ പ്രചരണായുധമായി മാറിയിട്ടുള്ള പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിർ തുടങ്ങിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ പേരെടുത്ത് ഇപ്പോൾ പറയുന്നു PJ ആർമി തുടങ്ങിയിട്ടുള്ള, പിന്നീട് അത് മറ്റ് പേരുകളിലേക്ക് മാറിയെങ്കിൽ കൂടി അത്തരം പേജുകളെ മുന്നേ തന്നെ പാർട്ടി തള്ളിപ്പറഞ്ഞതുമാണ്. ഇപ്പോൾ അത്തരത്തിൽ ഔദ്യോഗികമല്ലാത്ത പാർട്ടിയെ അനൗദ്യോഗികമായി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രചരണായുധമായി മാറുന്ന ഇത്തരം പേജുകൾക്കെതിരെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഒരു നിലപാടെടുക്കുന്നു എന്നതും വളരെ പ്രധാനമാണ്. ഈ പേജുകൾ ഇനി എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടിക്കെതിരെയുള്ള ഒരു ശബ്ദമുയർത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. കാരണം ഔദ്യോഗികമായ പാർട്ടിയുടെ പേജുകൾക്കുണ്ടാവുന്നതിൽ എത്രയോ അധികം ഫോളോവേഴ്സും എത്രയോ അധികം പേജുകളിലുള്ള പോസ്റ്റുകളും എല്ലാം തന്നെ ഇത്തരം പേജുകൾ ഉണ്ടാവുന്നത് അത് വലിയ തോതിൽ പാർട്ടി അണികളിൽ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രചരണായുധമായി മാറുകയും ചെയ്യുന്നു. പാർട്ടി അണികൾ എല്ലാവരും തന്നെ കൂടുതലായി ഇത്തരം പേജുകൾ ഫോളോ ചെയ്യുന്നു, അതിലെ പോസ്റ്റുകൾ ശ്രദ്ധിക്കുന്നു, അതിൽ കമൻറ്റ് ചെയ്യുന്നു. അതിൽ ഇത്തരത്തിൽ ചില ഈ തെരഞ്ഞെടുപ്പ് തോൽവിയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടി സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾക്കെതിരെ എല്ലാം പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഇത്തരം പേജുകളിലൂടെ തന്നെ ഉണ്ടാവുന്നതും വളരെ ശ്രദ്ധേയമായി കാണേണ്ടതാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് MV ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. വളരെ ഗൗരവമുള്ള ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മറ്റ് പല ഘട്ടങ്ങളിലും പരസ്യമായി ചിലപ്പോൾ തള്ളിപ്പറയെങ്കിലും ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള പേജുകളെ പൂർണ്ണമായും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരിപൂർണമായ രീതിയിൽ തള്ളിപ്പറയാനുള്ള ഒരു അത്തരത്തിലുള്ള നിലപാട് പാർട്ടി സ്വീകരിക്കുന്നത് നമ്മൾ മുൻപ് കണ്ടിട്ടില്ല. പരസ്യമായി ചില ഘട്ടങ്ങളിൽ പാർട്ടിക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ഘട്ടത്തെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് തോൽവി, കനത്ത തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം പേജുകളെ പൂർണ്ണമായും തന്നെ തള്ളിപ്പറയുന്ന ഇത്തരം പേജുകൾ അഡ്മിന്മാരെ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എം.പി. ജയരാജൻ നടത്തിയിട്ടുള്ള പ്രതികരണം. അതുകൊണ്ട് തന്നെ ഈ പേജുകൾ ശബ്ദമായി മാറുമോ എന്നുള്ളത് കോൺഗ്രസിനെതിരെയാണോ ആർക്കെതിരെയാണ് ഈ ആരോപണത്തിന്റെ മുന ചെന്ന് നിൽക്കുന്നത് അർജുൻ? തീർച്ചയായിട്ടും, അതായത് വടകരയിലെ സൈബർ അധിക്ഷേപങ്ങളും പ്രചരണവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത്തരത്തിലുള്ള പ്രചരണം ഈ പറയുന്ന എം.പി. ജയരാജൻ നടത്തുകയും ചെയ്യുന്നത്. അതായത് വടകരയിൽ വലിയ തോതിൽ ഈ സൈബർ മേഖലയെ വിലക്ക് വാങ്ങിക്കൊണ്ടുള്ള പ്രചരണം കോൺഗ്രസ്, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിൻ്റെ പേരെടുത്തുകൊണ്ട് തന്നെ എം.പി. ജയരാജൻ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ വടകരയിലെ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വിലക്ക് വാങ്ങി എന്ന് വേണം ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഭാഗവും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ. അത്തരത്തിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള പേജുകളുള്ള അഡ്മിന്മാരെ ഒരാൾ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിന്മാരുടെ ഒരു സംഘത്തെ അപ്പാടെ തന്നെ വിലക്ക് വാങ്ങുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നതെന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം.പി. ജയരാജൻ പറയുന്നത്. ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിലേക്ക് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടി അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗികമായി തന്നെ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ സൈബർ സഖാക്കൾ എന്ന് പറയുന്നത്. അവർ പാർട്ടിയുടെ ചില നിലപാടുകളിൽ, നയങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ചില വിമത ശബ്ദങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർത്തിയിട്ടുള്ളത്. അല്ലാതെ അവരെല്ലാവരും തന്നെ പാർട്ടിയിലെ അല്ലെങ്കിൽ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ തന്നെയാണ്. അതിലെ ഫോളോവേഴ്സ് ബഹുഭൂരിപക്ഷം പേരും പാർട്ടിയുടെ കടുത്തരായ അനുയായികളാണ്, പ്രാദേശിക തലത്തിലെ നേതാക്കളാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഇവരെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ എം.പി. ജയരാജൻ്റെ പ്രതികരണം മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഏത് തരത്തിലാണ് ഈ പറയുന്ന ഈ പേജുകളിലും ഇതിലെ അഡ്മിന്മാരുമൊക്കെ ഇനി പ്രതികരിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിനെയാണ്, വടകരയിൽ ഷാഫി പറമ്പിലിനെയാണ്. ആ മേഖലയിൽ വടകരയിലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാപകമായ തോതിൽ ഈ സൈബർ പ്രചരണങ്ങൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രചരണങ്ങൾ ഒരുപക്ഷെ തിരിച്ചടിയായി എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം എം.പി. ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതെന്ന് വേണം കരുതാൻ. എന്തായാലും ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസ്സാണ് ഈ അഡ്മിന്മാരെ വിലക്ക് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എം.പി. ജയരാജൻ പറയുന്നത്. പ്രസംഗത്തിന്റെ ഭാഗത്ത് ഷാഫി പറമ്പിലിന്റെ പേര് ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് വിവരങ്ങൾ നൽകിയത്.